പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 6ാം സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ കുറച്ചധികം സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് അതിലേറ്റവും കൂടുതൽ വരുന്ന സംശയങ്ങൾക്കാണ് ഇപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ക്വയറീസ് വരുന്നത് മാൽ പ്രാക്ടീസ് അഥവാ കോപ്പിയടി, ദെൻ കോണ്ടനേഷൻ, ഇവരുടെ റിസൾട്ടുകൾ വന്നിട്ടില്ല, വിത്ത് ഹെൽഡ് ആണ് എന്ന് വരും. മാൽ പ്രാക്ടീസ് അഥവാ കോപ്പിയടി ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടീച്ചേഴ്സ് ടു ടീച്ചേഴ്സ് പല രീതിയിലാണ് ഒരു കോപ്പി അടിക്കുന്ന കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിക്ക് നോംസൊക്കെ ഉണ്ട്, പക്ഷേ വരുന്ന ഇൻവിജിലേറ്റർ എങ്ങനെയാണോ ആ കോപ്പിയടിയെ കാണുന്നത് അതിനനുസരിച്ചാണ് വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ചില ടീച്ചേഴ്സ് കണ്ടിട്ടും കാണാതെ നടക്കാറുണ്ട്, വാണിംഗ് കൊടുക്കാറുണ്ട്. കുറച്ചധികം വാണിംഗ് കൊടുത്തിട്ടും പിള്ളേർ അതിലധികം കോപ്പിയടിക്കുകയാണെങ്കിൽ ക്ലാസ് റൂം എക്കോസിസ്റ്റത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ന്യൂയിസൻസ് ആയിട്ട് കുട്ടികൾ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവിജിലേറ്റേഴ്സ് ചീഫിനോട് റിപ്പോർട്ട് ചെയ്യും. ആ കോപ്പിയടികളൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡും ചെയ്യും. അതിനനുസരിച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോപ്പിയടികളുടെ കാര്യങ്ങൾ ഏത് കുട്ടിയാണോ കോപ്പി അടിച്ചതെങ്കിൽ ആ കുട്ടിയുടെ രജിസ്റ്റേർഡ് മെയിൽ ID-യിലേക്ക് അതുപോലെ തന്നെ രജിസ്റ്റേർഡ് മൊബൈൽ ഫോണിലേക്കും ടെക്സ്റ്റ് മെസ്സേജ് അയക്കാറുണ്ട്. അതിൻ്റെ ഹിയറിംഗ് കറക്റ്റായിട്ട് പോയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുള്ളൂ. ആ ഹിയറിങ്ങിൻ്റെ പരിണിത ഫലമായിട്ടുള്ള കാര്യങ്ങളാണ് കോപ്പിയടിയുടെ കാര്യത്തിൽ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ റിസൾട്ടുകൾ വരാം, ചിലപ്പോൾ റിസൾട്ട് വരില്ല, റീബാർ ചെയ്യും, ജൂനിയേഴ്സിനൊപ്പം എഴുതേണ്ടി വരും. ചിലപ്പോൾ അത്ര അധികം ബുദ്ധിമുട്ടുള്ള കോപ്പിയടി ആണെങ്കിൽ ഈവൻ സിറ്റുവേഷൻ ഗെറ്റിംഗ് വേഴ്സ്, ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 3 വർഷത്തേക്ക് ഡീബാറും കിട്ടാറുണ്ട്. ഇനി കോണ്ടോണേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ വർക്കുകളൊക്കെ അത്യാവശ്യം ഓക്കെയാണ്, കറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയധികം കാലതാമസമില്ലാതെ തന്നെ റിസൾട്ടുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ മദർ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ കാര്യങ്ങൾ പ്രോസസ്സിംഗ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മാത്രം ആവശ്യമായി കണ്ട് കോളേജിൽ പോയി ഫർദർ അപ്ഡേറ്റ്സ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്കും പോകേണ്ടി വരും. നമ്മുടെ മാത്രം ആവശ്യമായതുകൊണ്ടാണ് വീണ്ടും വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിക്കുന്നത്. ഈ 2 വിഭാഗക്കാരുമല്ലാതെയുള്ള വിദ്യാർത്ഥികൾക്ക് വിത്ത് ഹെൽഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ വർക്കുകളൊക്കെ പ്രോസസ്സിംഗ് ആണ്, എത്രയും പെട്ടെന്ന് റിസൾട്ടുകൾ വരും. സോ ജസ്റ്റ് വെയിറ്റ്, അത്രമാത്രമാണ് പറയാനുള്ളത്. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കളക്റ്റീവായിട്ടുള്ള സംശയങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.